ദേശീയപാതകളിൽ ടോളിന് പകരം വാർഷിക പാസ്. ഫാസ്ടാഗ് അനുബന്ധ വാർഷിക പാസിൽ 200 യാത്രകൾ അനുവദിക്കും. പുതിയ വാർഷിക പാസ് 2025 ഓഗസ്റ്റ് 15 മുതൽ ആരംഭിക്കും. വിശദമായ വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണനുണ്ട്. ശ്രീജിത്ത്, ഇത് സംബന്ധിച്ച് പുറത്തുവരുന്ന പുതിയ അപ്ഡേഷനുകൾ എന്തെല്ലാമാണ്? സംഗീത വളരെ നിർണായകവും ഒരുപക്ഷെ ജനങ്ങൾക്ക് വലിയ ആശ്വാസകരമാകുന്ന ഒരു പ്രഖ്യാപനമാണ്, അല്ലെങ്കിൽ ഒരു പദ്ധതിയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. 2025 ഈ വർഷം ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിൽ വരാൻ പോകുന്നു. ദേശീയപാതകളിലും എക്സ്പ്രസ് വേയിലും യാത്ര ചെയ്യുന്ന സ്വകാര്യ വാഹനങ്ങൾക്ക്, കാറുകൾക്കും ജീപ്പുകൾക്കും വാനുകൾക്കുമാണ് ഈ ആനുകൂല്യം അല്ലെങ്കിൽ ഈ പദ്ധതി സഹായകരമാകുക. അതായത് ഒരു വർഷത്തേക്ക് വാർഷിക ഫീസായി 3000 രൂപ അടച്ച് ഫാസ്ടാഗ് ചേർന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫാസ്ടാഗ് പ്രകാരം ആ 3000 രൂപയ്ക്ക് 200 യാത്രകൾ ചെയ്യാൻ കഴിയും. ഒരു യാത്രയിൽ അങ്ങനെ 200 യാത്രകൾ ചെയ്യാൻ കഴിയും. ഒരു വർഷത്തേക്കാണ് ഈ വാർഷിക ഫീസ് ഉള്ളത്. അതായത് ഈ 3000 രൂപ എന്നുള്ളത് ഒരു വർഷത്തിനുള്ളിൽ ഉപയോഗിക്കുക. 200 യാത്രകൾ അതിൽ ചെയ്യാൻ കഴിയും. നമുക്കൊരു ഉദാഹരണമായി പറഞ്ഞാൽ തൃശ്ശൂരിൽ പാലിയേക്കര കടന്നു പോകാൻ 90 രൂപയാണ് കാറുകൾക്കും ജീപ്പുകൾക്കും ഈടാക്കുന്നത്, വാനുകൾക്കും ഈടാക്കുന്നത്. അങ്ങനെ 90 രൂപയാണെങ്കിൽ 200 യാത്ര കണക്കാക്കിയാൽ എത്ര രൂപയാകും എന്നുള്ളത് കണക്കാക്കിയാൽ മതിയാകും ഇതിൻ്റെ ഒരു ആശ്വാസകരമായ കാര്യത്തിലേക്ക് പോകേണ്ടത്. അങ്ങനെ 3000 രൂപയുടെ വാർഷിക ഫീസ് നിലയിൽ വാർഷിക ടോൾ എടുക്കുകയാണെങ്കിൽ ആ ടോൾ പ്രകാരം 200 യാത്രകൾ കാറുകൾക്കും വാനുകൾക്കും ജീപ്പുകൾക്കും സ്വകാര്യ വാഹനങ്ങൾക്ക് മാത്രമാണിത്. മറ്റു വാഹനങ്ങൾക്ക്, മറ്റ് പാസഞ്ചർ വാഹനങ്ങൾക്കോ വാണിജ്യ വാഹനങ്ങൾക്കോ ബസ്സുകൾക്കോ ലോറികൾക്കോ ഒന്നും ഇത് ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷേ സ്വകാര്യ വാഹനങ്ങൾക്ക്, യാത്രക്കാർക്ക്, സാധാരണക്കാർക്ക് അടക്കം വലിയ ഉപകാരപ്രദമാകുന്ന ഒരു നിർദ്ദേശമാണ് വന്നിട്ടുള്ളത്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഇന്ന് ട്വിറ്ററിലൂടെ ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു 2 മാസമായി ഇക്കാര്യത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. കിലോമീറ്ററുകൾക്ക് അനുസരിച്ച് വേണമോ അതോ ദൂരത്തിനനുസരിച്ച് വേണമോ അല്ലെങ്കിൽ ഈ വർഷത്തിനനുസരിച്ച് വേണമോ എന്ന കാര്യത്തിൽ ചർച്ചകൾ നടക്കുകയായിരുന്നു. ആ ചർച്ചയാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഒരു വർഷത്തേക്ക് 3000 രൂപയ്ക്ക്. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.